അപ്പം ഞാനൊക്കെ കാണിക്കുന്നത് നമ്മുടെ പുല്ലിപ്പറമ്പിലെ നമ്മളെ ആഡ്വൈസാണ്. ഞാൻ ഇതിൽ മുന്നേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഇതാണ് നമ്മളെ പുല്ലിപ്പറമ്പിലെ ആഡ്വൈസ് കേട്ടോ. അപ്പോൾ നമ്മളെ ആഡ്വൈസിൻ്റെ പേരൊക്കെ ഞാൻ ഇതിൽ വീഡിയോയിൽ കൊടുക്കാം. നമ്മളെ പുല്ലിപ്പറമ്പിലെ ആഡ്വൈസാണിത്. നമ്മളെ സുഹൃത്തുക്കളുണ്ട്, ഇതിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ ഉമ്മറാക്കുണ്ട്. അപ്പോൾ നമ്മളെ അതുപോലെ ഇവിടെയുള്ള നിങ്ങൾക്ക് പുല്ലിപ്പറമ്പിലേക്ക് എന്തെങ്കിലും ആവശ്യമുള്ള പ്ലംബിങ് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മളെ ഈ പുല്ലിപ്പറമ്പിൽ ആഡ്വൈസിലുണ്ട്. നിങ്ങൾക്ക് അവരോട് ബന്ധപ്പെടാം. അവരുടെ നമ്പറൊക്കെ ഞാൻ അത് വേണമെങ്കിൽ ഇതിൽ കൊടുക്കാം. പിന്നെ ഞാൻ ഒരു വീഡിയോ എല്ലാവരും പറഞ്ഞിരുന്നു നമ്മളെ പുല്ലിപ്പറമ്പിൻ്റെ വീഡിയോ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാ സാധനവും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒരുവിധം നമ്മളെ വാട്ടർ ടാങ്ക് മുതൽ എല്ലാ സാധനവും നമ്മളെ ഈ പുല്ലിപ്പറമ്പ് അങ്ങാടിയിലിടുക. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു, പുല്ലിപ്പറമ്പിൽ വന്നാൽ ചേട്ടാ നിങ്ങൾക്ക് എല്ലാ സാധനവും കിട്ടുമോ, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ളത് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഫേസായിട്ടുള്ള വീഡിയോ ഫ്രണ്ടിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. പക്ഷേ അപ്പോൾ അതിന് മുന്നായിട്ട് ആഡ്വൈസിലേക്കുള്ള സാധനങ്ങൾ, പ്ലംബിങ് മെറ്റീരിയൽസ്, നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഇനി അഥവാ നമ്മളെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് നമ്മളെ ഇതിലേക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പം ഞാൻ കാണിക്കുന്ന ഈ കടയുടെ പേര് പീവിസ് ട്രേഡേഴ്സ് എന്നാണ്. അപ്പോൾ നമ്മളെ ഇക്കാക്ക ഇവിടെ ഉണ്ട്. ഇക്കാക്ക ഇതിന് നമ്മളൊരു കടയിലേക്ക് സാധനം വാങ്ങാൻ വന്ന നമ്മളെ ഇക്കാക്ക ഉണ്ട് ഇവിടെ. ഇക്കാക്ക ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കൂ. ഞാൻ നിൽക്കുന്നത് നമ്മളെ പുല്ലിപ്പറമ്പിൽ. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു, കിഷോർ ചേട്ടാ നിങ്ങളെ പുല്ലിപ്പറമ്പിലെ അങ്ങാടിയാണ് വലിയ അങ്ങാടിയാണോ? അതിനെക്കുറിച്ച് ഞാൻ കുറേ വീഡിയോ ചെയ്തിരുന്നു പുല്ലിപ്പറമ്പ്. പക്ഷെ അന്നൊക്കെ പറഞ്ഞാൽ പെരുന്നാളിൻ്റെ ടൈമിലൊക്കെ ആളുകൾ തിരക്കും അതിൻ്റെ കാര്യങ്ങളും. അപ്പോൾ ആ ആഡ്വൈസൊക്കെ എനിക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ പുല്ലിപ്പറമ്പിലെ ആഡ്വൈസിൻ്റെ പേര് ഇതാ, നമ്മളെ ഇതിലുള്ള ആഡ്വൈസിലുള്ള നമ്മളെ സുഹൃത്ത് തന്നെ നിങ്ങളോട് പറയാൻ പോവുകയാണ്. എന്താണ് ഇക്ക നമ്മുടെ ഈ ആഡ്വൈസിൻ്റെ പേര്? പുല്ലിപ്പറമ്പിലുള്ള ആഡ്വൈസിൻ്റെ പേരൊന്ന് പറ. ഉമ്മറൊക്കെയാണ് ഇപ്പം നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞു. പ്രീവി ഡേയ്സ്. അപ്പോൾ ഇത് എവിടെയാണ് സ്ഥലം? പുല്ലിപ്പറമ്പിലല്ലേ? പുല്ലിപ്പറമ്പിൽ എവിടെയാണ്? നാലും കൂടി ഭാഗത്താണോ? അപ്പോൾ നാലും കൂടി. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കാൻ പോകുന്നത്, നമ്മളെ ഇപ്പോൾ പുല്ലിപ്പറമ്പിലേക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും സാധനത്തിൽ വരികയാണെങ്കിൽ ഒരുപാട് പ്ലംബിങ് മെറ്റീരിയൽ സാധനങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ നിങ്ങളുടെ കടയിൽ ഉണ്ടോ? ഒരുവിധം സാധനം. അപ്പോൾ പ്ലംബിങ് ഒരു വീട്ടിലേക്ക് ഇപ്പോൾ പ്ലംബിങ്ങിന് ആവശ്യമായ സാധനങ്ങളെല്ലാം നിങ്ങളുടെ റൂമിലുണ്ടോ, സ്റ്റോക്കുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഇനി അതില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുകൊടുക്കും തീർച്ചയല്ലേ? അപ്പോൾ നമ്മൾ മുതലാളി വിടുന്നുണ്ട്, മുതലാളി കണക്കൂട്ടാണ്. അപ്പോൾ ഞാൻ എടുക്കാൻ കാരണം ഇവിടെ ഒരുപാട് പ്ലംബിങ് മെറ്റീരിയൽസ് ഉള്ള ഒരു കടയാണ്, നമ്മളെ പുല്ലിപ്പറമ്പിലെ അങ്ങാടിയാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മുന്നേ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇപ്പം നമ്മളോട് സംസാരിച്ച് തരുന്നത് ഇവിടെ വർക്ക് ചെയ്യുന്ന ഉമ്മറൊക്കെയാണ്. അപ്പോൾ കുറേ കണക്കൂട്ടിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മൂപ്പർ കണക്കൂട്ടുക. അപ്പോൾ മുതലാളി അവിടെ ഉണ്ട്. പക്ഷേ ഉമ്മറാക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ മൂപ്പർ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പുല്ലിപ്പറമ്പിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരു പ്ലംബിങ് മെറ്റീരിയൽ എല്ലാ കാര്യങ്ങളും നമ്മളെ ഈ പുല്ലിപ്പറമ്പ് അങ്ങാടിയിൽ വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾക്ക് അതില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മുതലാളി അത് കൊണ്ടുതരുന്നതാണെന്നുള്ള മൂപ്പര് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇവിടെ വന്നു നോക്കുക. പുല്ലിപ്പറമ്പ് അങ്ങാടി, പുല്ലിപ്പറമ്പ് നാലും കൂടിയ അങ്ങാടി പള്ളീൻ്റെ തൊട്ടടുത്താണ് ഈ കട. അപ്പോൾ ഇവിടെയുള്ള കണ്ടില്ലേ, നമ്മളെ കിണറിന് ആവശ്യമുള്ള പൈപ്പുകൾ, നമ്മളെ മോട്ടറിന് വേണ്ട പൈപ്പുകൾ, എല്ലാ പൈപ്പുകളും ഉണ്ട്. അതുപോലെ നമുക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾക്ക് വേണ്ട മോട്ടറിൻ്റെ പൈപ്പുകളെല്ലാം ഇവിടെ ഉണ്ട്. അതുപോലെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഏത് തരം പൈപ്പുകളും ഇവിടെ നമ്മുടെ പുല്ലിപ്പറമ്പിൽ നമ്മുടെ അങ്ങാടിയിലുണ്ട്. നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേണ്ട ദാർപ്പായ, അതുപോലെ വാട്ടർ ടാങ്ക്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇതൊക്കെ എടുത്തതിന് ശേഷം ഇതിലുള്ള പ്ലംബിങ് സാധനങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഞാൻ ഈ റൂമിൻ്റെ ഫാൻ കറങ്ങുന്നുണ്ട്. എന്തായാലും ഞാനൊന്ന് ചെറിയ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം ഒരുവിധം വയറിങ്ങിന് ആവശ്യമുള്ള എല്ലാ മെത്തേഡുകളും നമ്മളെ ഈ പുല്ലിപ്പറമ്പ് കടയിലുണ്ട്.
അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉമ്മറക്കോടുണ്ട്. ഉമ്മറക്കോടൊക്കെ നമുക്ക് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അത് വിശദമാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ മുതലാളി ഇതവിടെ ഉണ്ട്. മുതലാളി ഒരു കടേൻ്റെ കാര്യത്തിൻ്റെ കണക്കൂട്ടലിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങളെല്ലാവരും ഉമ്മറക്ക ഇവിടെ നിർത്തിയ സുഹൃത്താണ്. അപ്പം ഉമ്മറക്ക അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറയുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഉമ്മറക്ക നമ്മൾ പുല്ലിപ്പറമ്പുള്ള ഉമ്മറക്ക എവിടെയാണ് നിങ്ങൾ വീട്? എവിടെയാണ്? കോണത്തിക്കുയ്യാണ്. അപ്പോൾ നമ്മൾ പുല്ലിപ്പറമ്പിലെ ഭാഗം തന്നെയാണ് കോണത്തിക്കുയി എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഉമ്മറക്ക ഇപ്പോൾ നിങ്ങളാണിപ്പോൾ ഈ കടയിലുണ്ടാവുക. അപ്പം നിങ്ങളിലേക്ക് ആളുകൾ ഒരുപാട് സാധനങ്ങൾ ചോദിച്ചു വന്നാൽ നിങ്ങൾക്ക് ആ സാധനം ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ മുതലാളിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ആ സാധനം ഇവിടെ എത്തിക്കാൻ കഴിയുമോ? ഉറപ്പല്ലേ? അപ്പോൾ മുമ്പറൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ, നിങ്ങൾക്ക് പുല്ലിപ്പറമ്പിൽ വന്നു കഴിഞ്ഞാൽ ഏത് സാധനവും എന്ത് സാധനവും ഇവിടെ ഇല്ലെങ്കിൽ അത് നമ്മൾ മുതലാളി വിളിച്ചിട്ട് ആ സാധനം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മുതലാളി നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരും. നിങ്ങൾക്ക് ഇവരെ വിളിച്ചിട്ട് എന്താ പ്ലംബിങ് സാധനമായ ആവശ്യങ്ങൾക്കുള്ള സാധനവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ബന്ധപ്പെടാം. അപ്പോൾ വിവിസ് എന്ന് പറഞ്ഞ അഡ്വൈസിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഉമ്മറൊക്കെ ഉണ്ട്. അതുപോലെ നമ്മളെ സുഹൃത്ത് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തു. പുല്ലിപ്പറമ്പിൽ ഒരുപാട് പേര് എന്നെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, നമ്മൾ പുല്ലിപ്പറമ്പിൽ നിങ്ങൾക്കൊരു അഡ്വൈസ് ഉണ്ടോ, അല്ല ബാങ്ക് ഉണ്ടോ, അങ്ങനെ കാര്യങ്ങൾ പലത്. അപ്പോൾ അതിൻ്റെ വിശദമായ വീഡിയോ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കാരണം നമ്മൾ ഓരോ ആളുകളും നമ്മൾ പുല്ലിപ്പറമ്പിൽ അറിയുമ്പോൾ ഇവരുടെ നമ്പർ പാടെ ഞാൻ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവരുടെ നമ്പർ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മളെ ഇവിടുത്തെ മുതലാളി അവിടെ കണക്കൂട്ടുന്ന കാര്യത്തിലാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ നമ്പർ നിങ്ങൾക്ക് ഇതിൽ തരുന്നതാണ്. നിങ്ങൾക്ക് ഇവരെ വിളിച്ചിട്ട് എന്താ പ്ലംബിങ് സാധനമായ ആവശ്യങ്ങൾക്കുള്ള സാധനവും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ബന്ധപ്പെടാം. അപ്പോൾ ഉമ്മറക്ക, അപ്പോൾ നമ്മൾ മുതലാളിൻ്റെ നമ്പർ ഞാനിതിൽ ഉൾപ്പെടുത്തും. കേൾക്കണ്ടോ? അപ്പോൾ മുതലാളിൻ്റെ നമ്പർ ഞാൻ ഉൾപ്പെടുത്തും. അപ്പോൾ മുതലാളിൻ്റെ നമ്പർ എടുത്ത് ആർക്കെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്ലംബിങ് സാധനം ഇവിടെ ഓർഡർ ചെയ്യാനും ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് പറയാനുള്ളത് നമ്മളെ പുല്ലിപ്പറമ്പ് അങ്ങാടിയാണിത്. അപ്പോൾ ഞാൻ കുറച്ച് പുല്ലിപ്പറമ്പ് അങ്ങാടിൻ്റെ വീഡിയോ ഭാഗംപാടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തും. അപ്പോൾ പുല്ലിപ്പറമ്പിൻ്റെ ഏത് ഭാഗത്താണ് ഇതിൻ്റെ കട എന്നുകൂടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. അപ്പോൾ അതിന് ശേഷം അതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് നമ്പറും ഉണ്ടാവും. അപ്പോൾ ആ നമ്പറിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ നമുക്ക് ഓക്കെ ഉമ്മറക്ക, ഓക്കെ അല്ലേ? ഓക്കെ, ഒന്ന് ഓക്കെ പറയും. ഓക്കെ, ഉമ്മറക്കാട് തിരക്കിലാണ് കേട്ടോ. അപ്പോൾ മുതലാളിയാണ് കണക്കൂട്ടിക്കൊണ്ട് ഓരോ കണക്കൂട്ടിൽ കാര്യങ്ങളിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഞാൻ പുറത്തെ നമ്മളെ പുല്ലിപ്പറമ്പ് അങ്ങാടിൻ്റെ ഭാഗമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഈ കട എങ്ങനെയാണെന്നൊക്കെ എനിക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇതാണ് നമ്മളെ പുല്ലിപ്പറമ്പ് കട. അപ്പോൾ ഞാൻ പറഞ്ഞ നമ്മളെ ഇതിന് മുന്നേ ഞാൻ വീഡിയോ ഇട്ട നമ്മളെ സുഹൃത്തിൻ്റെ കടയായിരുന്നു, നമ്മളെ സ്റ്റോറാണ്. അപ്പോൾ അതുപോലെ നമ്മളെ വിവിസ് എന്ന് പറഞ്ഞ ഈ കടയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് കാണിക്കുന്നത് അതുപോലെ നമ്മളെ ഓട്ടോറിക്ഷ സുഹൃത്തുണ്ട്. ഞാൻ ഒന്ന് പരിചയപ്പെട്ട ഓട്ടോറിക്ഷ സുഹൃത്താണ് ഇപ്പോൾ ഈ പോകുന്നത്. അതുപോലെ നമ്മളെ ഇവിടെ ബേക്കറി ഉണ്ട്. അതുപോലെ നമ്മളെ പുല്ലിപ്പറമ്പിലെ 4 കോടി ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് 4 കോടി ഭാഗമാണ്. അതുപോലെ നമ്മുടെ ഈ ഭാഗം ഇങ്ങനെ പുല്ലിക്കടവ് ഭാഗത്തേക്ക് പോകുന്നു. ഇതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ കടയോടുണ്ട്, ആ സുഹൃത്തോടുണ്ട്. ആ സുഹൃത്തിൻ്റെ ബേക്കറിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പേര് ചോദിച്ച ഒരു ചോദ്യത്തിലാണ് ഞാൻ നിങ്ങളിലേക്ക് നമ്മൾ പുല്ലിപ്പറമ്പ് പള്ളിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് കേട്ടോ. ഈ പള്ളിൻ്റെ തൊട്ടടുത്തുള്ള കടയാണ് ഞാൻ പറഞ്ഞ നമ്മളെ TVS നമ്മുടെ ട്രേഡേഴ്സ്. ഇതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്തുനിന്നാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ തരുന്നത്. അതുപോലെ നമ്മളെ സുഹൃത്ത് ഇവിടെ വരുന്ന നമ്മളെ സുഹൃത്തുണ്ട് ഹംസ. എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ നമ്മളെ സുഹൃത്താണ്, എൻ്റെ വീട്ടിൽ സ്ഥിരമായി മത്സ്യം കൊണ്ടുവരുന്ന ഒരു സുഹൃത്താണ് നമ്മളെ ഹംസ. ഒരുപാട് നാളായിട്ടും മത്സ്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ കുറേ നാളായിട്ട് സുഖമില്ലായിരുന്നു. എന്തൊക്കെയാണ് ഹംസ ഇപ്പോൾ അസുഖമൊക്കെ മാറിയോ? എന്തൊക്കെയാണ് പാട്? ഒന്ന് വിശദമായിട്ട് പറ. സമാധാനം ഉണ്ടോ? എന്തൊക്കെയാണ് പാട്? അപ്പോൾ കുറേ നാളായി മത്സ്യം പോയിട്ടില്ല. അപ്പോൾ നമ്മളെ പുല്ലിപ്പറമ്പ് ഈ ഹംസ പറഞ്ഞാൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. എൻ്റെ വീട്ടിലേക്ക് മത്സ്യത്തിനായിട്ട് വരുന്ന നമ്മളെ സുഹൃത്താണ് ഹംസ. അപ്പോൾ ഇവൻ്റെ അടുത്ത് നിന്നാണ് നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് മീൻ വാങ്ങാറുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അന്ന് കൊടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. അന്ന് ഇവന് സുഖമില്ലാത്ത ഒരു കാരണം വന്നു. അപ്പോൾ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന ഹംസനെ പരിചയം. ഹംസ മീൻ കഴിഞ്ഞോ?
മീനാസ് കഴിഞ്ഞില്ലേ? അപ്പോൾ മീനാസ് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ എന്തായാലും അംസനെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയതിൽ നിങ്ങളെല്ലാവരും ഒരുപാട് അന്ന് പറഞ്ഞ അംസനെ അന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു കിഷോറേട്ടൻ്റെ വീട്ടിലേക്ക് ആരാ മീനുണ്ട്. അപ്പം ഇതിനോട് ഞാൻ ഒരു ദിവസം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയും, നല്ലൊരു മീൻ കൊണ്ടുവന്നിട്ട് അത് വെട്ടി അത് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണണം. അപ്പോൾ നമ്മൾ പുല്ലിപ്പറമ്പിലുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടു. പക്ഷേ അത് മാത്രമല്ല, ഒരുപാട് പേര് ചോദിച്ചിരുന്നത് നമ്മൾ ആഡ്വൈസ് ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ PV's ആഡ്വൈസിൻ്റെ ഞാൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കാരണം. അപ്പോൾ പുല്ലിപ്പറമ്പിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് ജനങ്ങളിൽ വെച്ച പുല്ലിപ്പുഴ കിഷോർ കുമാർ തന്നെയാണ് നിങ്ങൾ ലോകത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞത്. പുല്ലിപ്പുഴ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് യൂട്യൂബിലെ പ്രജിച്ചൊരു സൂപ്പർ സ്റ്റാർ കിഷോർ കുമാർ എന്ന വീഡിയോയിലൂടെ ലോകം മുഴുവൻ എത്തിയിട്ട് അത് ജനങ്ങൾ വരെ ഇപ്പോൾ പുല്ലിപ്പുഴൻ്റെ മുകളിൽ പാലത്തിന് മുകളിൽ നിന്ന് ഒരുപാട് ജനങ്ങൾ കാണാൻ വരുന്ന കാഴ്ചകൾ ഞാൻ കണ്ടു. അത് വളരെ സന്തോഷം. ഒരുപാട് സന്തോഷം തന്നെയാണ്. നമുക്ക് ഒരുപാട് സന്തോഷമല്ലേ? പുല്ലിപ്പുഴ എന്താണെന്നുള്ള ആൾക്കാർ തന്നെയായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ വീഡിയോയുടെ അറിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വരെ അവിടെ എത്തുന്നുണ്ട്. ഒരുപാട് പേര്. അപ്പോൾ അവരൊക്കെ കാണുന്ന എൻ്റെ ഫ്രണ്ട്സുകളാണ്. ഞാൻ കണ്ടുമുട്ടി ഒരുപാട് പേരെ. അപ്പോൾ അത് ഒരുപാട് സന്തോഷം. അപ്പോൾ എനിക്ക് നിങ്ങളോടെല്ലാം പറയുന്നത് നമ്മുടെ പുല്ലിപ്പറമ്പ് അങ്ങാടിയാണ് ഞാൻ ഉൾപ്പെടുത്തി. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൽ നമ്മളെ സുഹൃത്തുക്കൾ കുറേ ഉണ്ട്. അവരുടെ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി, നിങ്ങൾക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് കാര്യങ്ങൾ. ഞാൻ നേരത്തെ നമ്മൾ ഉൾപ്പെടുത്തിയത് നമ്മൾ അസംഭാവ ഓട്ടോറിക്ഷ പോകുന്ന ആ ഡ്രൈവറായിരുന്നു. അന്ന് ഞാൻ ഇതിനു മുന്നേ ഓട്ടോറിക്ഷയിലെ ഡ്രൈവറിനെ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് അതിന് മുന്നായിട്ട് ഞാൻ കുറേ മുന്നായിട്ട് ഞാൻ PV's എന്ന് പറഞ്ഞ നമ്മളെ പൊടി കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അസംകുട്ടിയാക്കാൻ പറഞ്ഞ വീഡിയോ ചെയ്തിരുന്നു. പുല്ലിപ്പറമ്പിൽ അങ്ങാടിയിലാണ് അതിൻ്റെ വീഡിയോ. അപ്പോൾ മൂപ്പര് പറഞ്ഞ് ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ നിങ്ങളിലേക്ക് വീണ്ടും എത്തിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാമെന്നുണ്ടെങ്കിൽ നമ്മളെ സൂപ്പർ സ്റ്റാർ കിഷോർ കുമാർ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനുള്ള വീഡിയോസാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക്, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് എനിക്ക് വേണ്ടത്. എന്നുവെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത്, പക്ഷെ നിങ്ങളുടെ ഓരോരുത്തരും ഇഷ്ടമാണ് നമ്മളെ ഈ ഓരോ ഇഷ്ടങ്ങൾ ഓരോ വ്യക്തികൾക്കുണ്ടാവും അല്ലേ? അപ്പോൾ എനിക്ക് മാന്ത ഇഷ്ടവും, എനിക്ക് മത്തി ഇഷ്ടവും അല്ലേ? നമുക്കെന്താ മീനുകളുടെ പല ആൾക്കാർക്കും പല ഇഷ്ടങ്ങളാണ് അല്ലേ? എന്നമാതിരിയാണ് ഓരോ ചാനലിലും ഇഷ്ടപ്പെടുന്നത്, ഓരോ വ്യക്തികളും ഇഷ്ടപ്പെടുന്നതാണ് അല്ലേ? ഈ ലോകം ഇഷ്ടപ്പെടുന്ന എന്നെ അംഗീകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സൂപ്പർ സ്റ്റാർ കിഷോർ കുമാർ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പേരിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും എല്ലാ കാര്യങ്ങളും. അംസേ, നിനക്കെന്താ പറയുള്ളത്? ഈ മീനിൻ്റെ കാര്യം ഇപ്പം എങ്ങനെയാണ്? നിനക്കെന്താ പറയുള്ളത്? മീൻ ഇപ്പോൾ കുറവാണോ കൂടുതലാണോ? എന്താ നിനക്ക് പറയുള്ളത്? ഇപ്പം മീൻ കുറവാണോ? കിട്ടുന്നുണ്ടോ? കുറവാണ്. ഇപ്പം വളരെ കുറവാണ്. അതുകൊണ്ടാണ് വില കൂടുതലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോലും. പക്ഷെ ഞാൻ ഒരുപാട് ഞാൻ അന്ന് മണ്ണൂർ വളരെ വീഡിയോ ഇട്ട ആ സുഹൃത്തിൻ്റെ വീഡിയോ ഇവൻ്റെ അംസ എന്നവരുടെ മകനും അവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഞാൻ ആരാന്നുള്ളത്. നിങ്ങൾക്ക് അറിയും. മണ്ണൂർ വളവും വരെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്നെ ഇഷ്ടപ്പെടുന്ന ഇവരെ മകനാണ്. ഞാൻ അന്ന് നമ്മൾ മണ്ണൂർ വളവിൽ വെച്ച് വീഡിയോ മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്തതിൽ അവരുടെ മകൻ അതിലുണ്ട്. ആ മകനും വേറെ സുഹൃത്തും കൂടെയാണ് ആ വീഡിയോ അതിൽ കച്ചവടം ചെയ്യുന്നത്, മത്സ്യക്കച്ചവടം. അപ്പം നിങ്ങളെല്ലാവരും ഒലിപ്പുറത്തുനിന്ന് വരെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം വീഡിയോയ്ക്ക് ആ മീൻ കണ്ടിട്ട് വാങ്ങാൻ വന്ന ഒരുപാട് പേരുണ്ട്. എന്നെ വിളിച്ച് കമൻറ്റിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ കാരണം, നല്ല ഫ്രഷ് മീനാണ് തരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അന്നൊന്ന് അത്ര ഫ്രഷ്, അത് പ്രവാസി ലോകത്തു നിന്നാണ് കൂടുതൽ കമൻറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കെന്താ പറയുക, നമ്മൾ പറയാനുള്ള കാര്യം നമ്മൾ തീർത്ത് പറയണം അല്ലേ? സത്യത്തിന് മുന്നിൽ നമ്മൾ തെളിച്ച് പറയണം. അതാണ് എനിക്ക് സത്യം മാത്രമാണ് എനിക്ക് വരുന്നത്. അതിനപ്പുറം ഒന്നുമില്ല. നമ്മൾ കാര്യം പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങളും വിശദമായി പറയുക എന്നതാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, അന്ന് സ്റ്റേഷനുകളിട്ട് നമ്മൾ ബാബുവിൻ്റെ കടയാണ് ഇപ്പോൾ നിങ്ങൾക്ക് നേരെ കാണിക്കുന്നത്. ആ ബാബുവിൻ്റെ സ്റ്റേഷനുകളുടെ ഇപ്പോഴും അവിടെ കാണുന്നുണ്ട്. അതുപോലെ നമ്മളെ സുഹൃത്തിൻ്റെ ബേക്കറി കട, അതുപോലെ നമ്മളെ മൊബൈൽ ഷോപ്പ്, അതുപോലെ നമ്മുടെ മാമുക്കായക്കൻ്റെ പീടിക. അപ്പോൾ ഇവരൊക്കെ നമ്മളെ ഓരോ ആളുകളും, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികളും, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഓരോ ചങ്കുമുട്ടുകളും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് എന്നെ യൂട്യൂബ് എന്ന പാർട്ണറിലൂടെ പങ്കാളിയാക്കി എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പം നമ്മളെ ഒരു സുഹൃത്താണ് ഈ വന്നത്. ഹലോ അപ്പോൾ ഇതുണ്ടോ, ഇത് നമ്മളൊരു സുഹൃത്ത്
സുഹൃത്താണ്, എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സാണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുള്ളൂ. ഇതെൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സാണ്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? എൻ്റെ ചാനലിനെ കുറിച്ച് എൻ്റെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുന്നത്? നല്ല അഭിപ്രായമില്ല. ഞാൻ ചെയ്യുന്ന അഭിനയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുന്നത്? അടിപൊളിയാണ്. ഉണ്ടോ? ഒന്ന് വിശദമായിട്ടൊന്ന് പറ. ആ ഒന്ന് നിർത്തിയിട്ട് പറ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, അവർ വണ്ടിയിൽ ഇറങ്ങിയായിരുന്നു. അപ്പോൾ ആ വണ്ടിയിൽ ഇറങ്ങാൻ വേണ്ടി അപ്പോൾ ലോഡുണ്ട് ബാക്കിൽ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇക്ക എന്തൊക്കെയാണ് സുഖമല്ലേ? ഇപ്പോൾ നമ്മളെ ഈ പ്രകൃതി കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുന്നത്? എന്തെങ്കിലും പറയണ്ടോ? ജോലി ഉണ്ടോ, കുറവാണോ, കൂടുതലുണ്ടോ? പോവാ. നാട്ടിലിപ്പോൾ പണിയുണ്ടോ എന്നാണ് ചോദ്യം. നാട്ടിലിപ്പോൾ പണിയില്ല, ജീവിക്കാൻ കഴിയില്ല. അപ്പം നമ്മളോരോ കാര്യത്തിൽ വിവരിക്കുന്ന ഓരോ കാര്യവും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പുല്ലുപറമ്പിലെ അങ്ങാടിയെ കുറിച്ച് കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് നമ്മളെ യൂട്യൂബ് ചാനലിലുള്ള സൂപ്പർ സ്റ്റാർ കിഷോർ കുമാർ എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ചെയ്ത ഓരോ കാര്യവും ലോകം അംഗീകരിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഞാൻ പുല്ലുപറമ്പിൽ നിന്ന് വീഡിയോ ചെയ്യാൻ കാരണം. എന്താ കാരണം? ലോകം മുഴുവൻ എൻ്റെ ലൈവിൽ രാത്രി 2 മണിക്കും 3 മണിക്കും 20,000 30,000 പേര് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ലോക മലയാളികളായ പ്രവാസി ലോകത്തുള്ളവർക്കും ഒരുപാട് ഞാൻ നന്ദി അർപ്പിക്കുന്നു. അപ്പം ഞാൻ നിങ്ങളുടെ എല്ലാവരും കൂടുതൽ സമയം ഈ വീഡിയോയിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ മാത്രമല്ല, നമ്മളെ ചിത്ര സിനിമൽസ് കളിക്കുന്ന ഇനി നാളെ ഈ മറ്റന്നാളായിട്ട് ഇറങ്ങാനുള്ള പടവും ഞാൻ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവരും അറിയാം, ഞാൻ ചിത്ര സിനിമൽസ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദമായിട്ട് ചോദിക്കാറുണ്ട്, എല്ലാം അറിയാം. അപ്പം നമ്മൾ ഓരോ കാര്യത്തിനും നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിന് വീണ്ടും ഒരുപാട് പ്രോത്സാഹനം തന്നെയാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോത്സാഹനം എന്നും നിങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ കൊണ്ടുപോകണം. അതുപോലെ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് ഒത്തൊരുമിച്ച് മുന്നേറണം എന്നുപോലെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷങ്ങളാകട്ടെ. ഈ വർഷം നല്ല ഒരു പ്രകൃതി ദുരന്തങ്ങളും സംഭവങ്ങളും ഇല്ലാതിരിക്കട്ടെ എന്നുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ അവസാനിപ്പിക്കാൻ പോകുന്നതിന് മുന്നായിട്ട് നമ്മളെ പ്രകാശ് ചേട്ടൻ നമ്മളെ നാട്ടുകാരനെ ഇവിടെ ഉണ്ട്. അപ്പോൾ പ്രകാശ് ചേട്ടാ